ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നല്ല കുറുകിയ ഒരു മീൻകറി വെച്ചാൽ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു, പിന്നെ കടുകിട്ടു. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെറിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് വഴറ്റിയെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ തക്കാളി ഉള്ളിയെല്ലാം നല്ലപോലെ വഴണ്ട് വന്നപ്പോൾ നമുക്ക് ഈ കൂട്ട് ഒഴിക്കാം. ഈ കൂട്ടിനകത്ത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ തിരിച്ചുപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ ഉലുവ 1/4 ടീസ്പൂൺ പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുറച്ച് എന്താണ് ചേർത്തത്, കായപ്പൊടി കേട്ടോ. ഇവിടെ എല്ലാം ചേർത്ത് ഇതിനകത്ത് നമുക്ക് ഒഴിച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഓക്കെ, എണ്ണ തെളിയുന്നവരെ വഴറ്റിയെടുക്കണം. ഓക്കെ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ മീൻ മിശ്രത്തിൽ എണ്ണ എല്ലാം തെളിഞ്ഞ് കണ്ടോ കുറുകി വന്നപ്പോൾ നമ്മുടെ കുടംപുളിയും ഉപ്പും കൊടുത്ത മിശ്രിതം ദാ ഒഴിക്കുന്നു കണ്ടോ. അതും ഒഴിച്ച് ഈ പുളിയും ഈ നമ്മുടെ എന്താ പറയുന്നത് ഈ മുളകിൻ്റെ മിശ്രിതവും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ കുറുകി ഒന്ന് വരുമ്പോൾ നമുക്ക് മീനിടാം. പെട്ടെന്ന് തീർന്നില്ലേ? ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മുടെ കറിയെല്ലാം തിളച്ചു, ചാറെല്ലാം നല്ല കുറുകി. അപ്പോൾ ഉടനെ നമുക്ക് പീസ് മീൻ, ഏത് പീസായാലും ഏത് മീനാണെങ്കിലും പീസ് മീനാണ്, നല്ല നല്ല കഷ്ണം മീൻ അങ്ങോട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂരയോ വറ്റയോ അല്ലെങ്കിൽ മോതയോ നെമ്മീനോ ഒക്കെ അങ്ങോട്ട് എടുക്കാം. സൂപ്പറായിട്ടിപ്പം തിളച്ച് പൊങ്ങി അതിൻ്റെ തലയും എല്ലാം ഇട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ മീൻ കറിയാവും കേട്ടോ. എന്നാൽ ഇതൊന്ന് വേവുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി റെഡി. ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മുടെ മീൻ കറി അവസാന ഘട്ടത്തിലേക്കായി. ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പം നമ്മുടെ മീൻ കറിയെല്ലാം നല്ല കുറുകി, ചാറെല്ലാം നല്ല കുറുകി, മാംസം എല്ലാം അതിനകത്ത് കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ പിടിച്ച് നല്ല ഉപ്പ് എരിയും പിടിച്ച് നല്ല സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല കറക്റ്റ് ഉപ്പും മുളകും എരിവും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഏറ്റക്കുറച്ചുണ്ടെങ്കിൽ ചേർത്തോണം കേട്ടോ. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യല്ലേ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടാതെ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി പെട്ടെന്ന് വരാം. ഓക്കെ.